Hi students, അപ്പോൾ നമ്മൾ മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പെരിമീറ്റർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. അതുപോലെ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എങ്ങനെയായിരുന്നു നമ്മൾ ഫൈൻഡ് ചെയ്യുക? 2 × L+B. അതുപോലെ നമ്മൾ കഴിഞ്ഞ പാർട്ടിലെ പെരിമീറ്റർ ഓഫ് റെഗുലർ ഷേപ്സ്, പെരിമീറ്റർ ഓഫ് സ്ക്വയർ, പെരിമീറ്റർ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, റെഗുലർ പെന്റഗൺ അതൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഒക്ടഗൺ. ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. So what's the first question? Find the perimeter of each of the following figures. നമുക്ക് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് അറിയാത്ത ഒരു ഷേപ്പാണ്. ഇപ്പൊ സ്ക്വയറും റെക്ടാങ്കിളും ഒന്നുമല്ല, വേറെ ഏതെങ്കിലും ഷേപ്പ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാ സൈഡ്സും ആഡ് ചെയ്യാ. ഓക്കെ, അപ്പം പെരിമീറ്റർ ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ ഒരു ഷേപ്പ് എന്താ, നമുക്ക് ഇതൊരു 4 സൈഡ് ഉള്ള ഒരു ഷേപ്പ് ആണ് അല്ലെ. അപ്പൊ പെരിമീറ്റർ എന്താ ചെയ്യാ? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാ. സോ 23 + 35 പ്ലസ് നമുക്ക് ഈ രണ്ട് സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. 35ഉം 35, ബട്ട് ഇത് 23 ആണ്, ഇത് 40 ആണ്. സോ 23 + 35 + 40 + 35. 23 + 35 + 40 + 35 എന്ത് വരും? അപ്പൊ എല്ലാ സൈഡ്സും കൂടെ ആഡ് ചെയ്യുമ്പോ എന്ത് വരും? 23 + 35 എന്താ? 5 + 3 8, 2 + 3 5. അപ്പൊ 58 എന്ന് കിട്ടി. ദെൻ അതിലോട്ട് 40 ആഡ് ചെയ്യാം. 40 ആഡ് ചെയ്യുമ്പം 8, 9, 98. ഇനി അതിലോട്ട് 35 ആഡ് ചെയ്യാം. സോ 35 എന്ത് വരും? 8ലോട്ട് 5 ആഡ് ചെയ്യുമ്പം 9, 10, 11, 12, 13. 13, 1. അപ്പം ഇവിടെ എന്ത് വരും? 13. സോ 133 സെന്റിമീറ്റർ ആണ് നമ്മളെ ആൻസർ. അപ്പം നമ്മളെ ഈ ഒരു ഷേപ്പിന്റെ പെരിമീറ്റർ എങ്ങനെ ഫൈൻഡ് ചെയ്തു? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാ. അപ്പൊ 133 സെന്റിമീറ്റർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാ? 23 അവിടെ വെക്കുക, 35ഉം 35ഉം എന്താ? 35ഉം 35ഉം നമുക്ക് ആഡ് ചെയ്യുമ്പം 70, എന്നിട്ട് 40 ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ സെയിം തന്നെ ആയിരിക്കും. 7ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 9, 9ലോട്ട് 4 ആഡ് ചെയ്യുമ്പോൾ 10, 11, 12, 13. അപ്പോഴും 133. നമുക്കറിയാം ആഡ് ചെയ്യണതിന് നമുക്ക് ഓർഡർ ഒന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 133 സെന്റിമീറ്റർ. നമ്മൾ ഈ ഒരു ഷേപ്പിന്റെ പെരിമീറ്റർ എന്താ? 133 സെന്റിമീറ്റർ. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പോ, ഇത് നമുക്ക് അറിയുന്ന ഷേപ്പാ അല്ലെ. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇതൊരു റെഗുലർ ഷേപ്പ് ആണ്. എത്ര സൈഡ് ഉണ്ട്? 1, 2, 3, 4, 5. അപ്പം നമുക്ക് ഇതൊരു പെന്റഗൺ ആണ്, റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗന്റെ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്താ പഠിച്ചത്? 5 × ലെങ്ത് ഓഫ് 1 സൈഡ്. 5 × ലെങ്ത് ഓഫ് 1 സൈഡ്. അപ്പം 5 × വാട്ട്സ് ദ ലെങ്ത് ഓഫ് 1 സൈഡ്? ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാ? 4. സോ 5 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 20 സെന്റിമീറ്റർ. ഇനി എല്ലാതെയും നമുക്ക് പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാം. 4 + 4 + 4 + 4 + 4. സോറി, 5, 4 പെന്റഗൺ ആണ് അല്ലെ. 4 + 4 + 4 + 4 + 4 ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 4 + 4 8, 8 + 4 12, 12 + 4 16, 16ലോട്ട് 4 ആഡ് ചെയ്യുമ്പം 20. അപ്പൊ അങ്ങനെയും നമുക്ക് പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാം. ഇത് നമുക്ക് അറിയാം, ഒരു റെഗുലർ ഷേപ്പ് ആണ്. റെഗുലർ ഷേപ്പ് ആണെങ്കിൽ നമ്മൾ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. 5 × ലെങ്ത് ഓഫ് 1 സൈഡ് റെഗുലർ പെന്റഗൺ ആണ്. സോ 5 × 4 ചെയ്താൽ മതി. സോ അവർ ആൻസർ ഈസ് 20 മീറ്റർ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ 20 സെന്റിമീറ്റർ ആണ് കേട്ടി. ഓക്കെ, then what is the next shape? നമുക്കിതൊരു വെറൈറ്റി ഷേപ്പ് ആണ് അല്ലെ. ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് തന്നു. ഇനി ഇതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണം. നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. എല്ലാ സൈഡ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടും. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1 + 3 + 2 + 3 + 4 + 1 + 3 + 2 + 3 + 4 + 1 +
3 പ്ലസ് 2 പ്ലസ് ദെൻ ഇവിടെ എത്തിയില്ലേ 3 പ്ലസ് 4 പ്ലസ് ദെൻ 1 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 അങ്ങനെ നമ്മൾ 4ൽ എൻഡ് ചെയ്തു. അപ്പം 1 പ്ലസ് 3 പ്ലസ് നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്യാണ്. ഓക്കെ, സോ വാട്ട് ഈസ് 1 പ്ലസ് 3? 4. 4ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 6. 6ലോട്ട് അങ്ങനെ നമ്മൾ ഓരോന്നും ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. പ്ലസ് ഇവിടെ എന്ത് കിട്ടി? 4. 4ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 5. 5ലോട്ട് 3 ആഡ് ചെയ്യുമ്പോൾ 8. പ്ലസ് ഇവിടെ 5. ഇവിടെ 3 പ്ലസ് 4 7. 7ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 8. പ്ലസ് ഇവിടെ 3 പ്ലസ് 2 5 പ്ലസ് 3 പ്ലസ് 4 7 പ്ലസ് 1 പ്ലസ് 3 4. 4ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 6. 6 പ്ലസ് 4 പ്ലസ് 3 എന്താ? 7. അപ്പൊ ഇതൊക്കെ കൂടെ ആഡ് ചെയ്താൽ നമ്മളെ പെരിമീറ്റർ കിട്ടും. ഓക്കെ, സോ 6 പ്ലസ് 6 12 പ്ലസ് 8 പ്ലസ് 8 എന്ത് വരും? 16 പ്ലസ് 5 പ്ലസ് 5 10 പ്ലസ് 7 പ്ലസ് 7 14. അപ്പം 12 പ്ലസ് 10 എന്താ? 22. 22ലോട്ട് 10 ആഡ് ചെയ്യുമ്പം 32. 32ലോട്ട് 6 ആഡ് ചെയ്യുമ്പം 38. 38ലോട്ട് 10 ആഡ് ചെയ്യുമ്പം 48. 48ലോട്ട് 4 ആഡ് ചെയ്യുമ്പം 52. അപ്പൊ നമുക്ക് 52 സെന്റിമീറ്റർ ആണ് നമ്മൾ ഈ ഒരു പെരിമീറ്റർ കിട്ടിയത്. അപ്പം നമ്മൾ ഒന്നും കൂടെ ആഡ് ചെയ്ത് നോക്കാം 52 സെന്റിമീറ്റർ തന്നെയാണോ. അപ്പൊ ഇവിടെ എന്ത് വരും? 4 പ്ലസ് 1 5. 5ലോട്ട് 3 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 8 എന്ന് കിട്ടി. ദെൻ ഇവിടെ 2 പ്ലസ് 3 5. അപ്പം 8 പ്ലസ് 5. ദെൻ 4 പ്ലസ് 1 5. 5ലോട്ട് 3 ആഡ് ചെയ്യുമ്പോൾ 8 പ്ലസ് 3 പ്ലസ് 2 5. അതുപോലെ ഇവിടെ 4 പ്ലസ് 1 പ്ലസ് 3 8 പ്ലസ് അതിലോട്ട് 2 പ്ലസ് 3 ആഡ് ചെയ്യുമ്പം 5. ദെൻ 4 പ്ലസ് 1 പ്ലസ് 3 8. 8ലോട്ട് അഗെയിൻ 5 ആഡ് ചെയ്തു. ദെൻ 3 പ്ലസ് 4 7. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഇതൊന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 8 16 24 32. 32 പ്ലസ് ദെൻ 5 പ്ലസ് 5 10. 10ലോട്ട് 5 ആഡ് ചെയ്യുമ്പോൾ 15. 15ലോട്ട് 5 ആഡ് ചെയ്യുമ്പോൾ 20. ദെൻ പ്ലസ് 7. അപ്പം 9 5. ഇവിടെ നമുക്ക് 59 ആണ് അല്ലേ കിട്ടിയത്. ഇവിടെ 52. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ആഡ് ചെയ്ത് നോക്കാം. 4 പ്ലസ് 1 പ്ലസ് നമ്മളെ ആൻസർ നമുക്ക് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ ആഡ് ചെയ്ത് നോക്കാം. എന്ത് വരും? 1 പ്ലസ് 3 പ്ലസ് 2. 1 ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 3 എന്താ? 4. 4ലോട്ട് 2 ആഡ് ചെയ്താല് 6. 6ലോട്ട് 3 ആഡ് ചെയ്താല് 9. 9ലോട്ട് 4 ആഡ് ചെയ്യുമ്പം 10 11 12 13. 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 എന്ന് വന്നു. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ 35 39 40 45 46 47 48 49 50 51 52. അപ്പൊ നമ്മളെ ആൻസർ 52 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല. 52 സെന്റിമീറ്റർ ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് തന്നെയാണ് ആൻസർ. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദിസ് ഫിഗർ? നമ്മൾ ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിൽ നമുക്ക് ഇങ്ങനെയാണ് അല്ലെ ഫിഗർ. അപ്പൊ ഈ ഒരു ഫിഗറിൽ എല്ലാ സൈഡ്സും ആഡ് ചെയ്താൽ നമുക്ക് പെരിമീറ്റർ കിട്ടില്ലേ? യെസ്. സോ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ദെൻ ഈ 4ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 പ്ലസ് ദെൻ ഇവിടെ 0.5 ഉണ്ട്. ഈ 0.5ഉം 0.5 പ്ലസ് 0.5 എത്രയാ? 0.5 പ്ലസ് 0.5 1 അല്ലേ? 1 പ്ലസ് ദെൻ ഈ 2.5ഉം ഈ 2.5ഉം എത്ര വരും? 2ഉം 2ഉം 4 ആണ്. അപ്പൊ 2.5ഉം 2.5ഉം എന്ത് വരും? 5.
സോ 9 + 6 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ ആൻസർ എന്താ? 15 സെന്റിമീറ്റർ ആണ് നമ്മളെ ഇതിന്റെ പെരിമീറ്റർ. അപ്പൊ ഇതിൻ്റെത് 52 സെന്റിമീറ്റർ ആണ് കിട്ടിയത്, ഇതിന്റെ നമുക്ക് 15 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ 8ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 9, ദെൻ ഇത് 10, ദെൻ ഇത് 5. സോ 15 സെന്റിമീറ്റർ ആണ് നമ്മളെ പെരിമീറ്റർ. ഓക്കെ, അപ്പൊ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ ഒന്നുമില്ല, നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് പെരിമീറ്റർ കിട്ടും. ഓക്കെ, then what is the next question? The lid of a rectangular box of sides 40 centimeter by 10 centimeter. അപ്പൊ നമ്മളെ ഇതാണ് റെക്ടാങ്കുലർ ബോക്സ്. അപ്പൊ അതിന്റെ സൈഡ്സ് എന്താ തന്നത്? 40 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് പറയാം ലെങ്ത് 40 ആയിരിക്കും ബൈ 10 സെന്റിമീറ്റർ. അപ്പൊ ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ ആയിരിക്കും. ലെങ്ത് അല്ലേ എപ്പോഴും വലുതുണ്ടാവുക. യെസ്, ഈസ് സീൽഡ് ഓൾ റൗണ്ട് വിത്ത് ടാപ്പ്. അപ്പൊ ഇതിന്റെ എന്താണ്? നമ്മൾ ടാപ്പ് കൊണ്ട് ഒന്നായിട്ട് സീൽ ചെയ്യാണ്, ഓൾ റൗണ്ട് വിത്ത് ടാപ്പ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടാപ്പ് റിക്വയർഡ്? അപ്പൊ ഇതിന്റെ ലെങ്ത് ആണ് ചോദിച്ചത്. ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും? ടാപ്പിന്റെ ലെങ്ത് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും നോക്കാനില്ല, നമ്മളെ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ഇത് നമുക്ക് ടാപ്പ് കൊണ്ട് റൗണ്ട് ചെയ്യാൻ എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? നമ്മളെ ലിഡ് ഓഫ് എ റെക്ടാങ്കുലർ ബോക്സ് ആണ്. അപ്പൊ അതിന്റെ എല്ലാ ബോർഡറും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ടാപ്പ് കൊണ്ട് ചെയ്യണം. അപ്പൊ സീൽഡ് ഓൾ അറൌണ്ട് വിത്ത് ടാപ്പ്. അപ്പൊ ഇതിന്റെ ബോർഡർ അല്ലേ, അപ്പൊ നമ്മൾ പെരിമീറ്റർ അല്ലേ ഫൈൻഡ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടാപ്പ് റിക്വയർഡ്? അപ്പൊ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്മളെ ലെങ്ത് എത്രയാ? 40 സെന്റിമീറ്റർ. 40 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാ? 10 സെന്റിമീറ്റർ. അപ്പൊ 2 ഇൻറ്റു 40 പ്ലസ് 10 ചെയ്താൽ നമ്മളെ ആൻസർ കിട്ടും. സോ 2 ഇൻറ്റു 50 which is equal to 100 centimeter. 100 സെന്റിമീറ്റർ മീറ്ററിലാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 മീറ്ററിന് എഴുതാം. അപ്പൊ 100 സെന്റിമീറ്റർ ആണ് നമ്മളുള്ള ഒരു ടാപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ലെങ്ത് ഓഫ് ദ ടാപ്പ് ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ആ ഒരു ടാപ്പിന്റെ ലെങ്ത് എത്രയാ? 100 സെന്റിമീറ്റർ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? പെരിമീറ്റർ ഫൈൻഡ് ചെയ്യും. അപ്പൊ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് ബി, ബിക്കോസ് ദിസ് ഈസ് എ റെക്ടാങ്കിൾ. അപ്പൊ 2 ഇൻറ്റു L പ്ലസ് ബി ചെയ്തപ്പോ നമുക്ക് 100 സെന്റിമീറ്റർ അഥവാ 1 മീറ്ററിന് കിട്ടി. ഓക്കെ, then what is the next question? A tabletop measures 2 meter 25 centimeter by 1 meter 50 centimeter. അപ്പൊ ടേബിൾ ടോപ്പ്, അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് തന്നത്. ലെങ്ത് എത്രയാ തന്നത്? 2 meter 25 centimeter. 2 meter 25 centimeter. അതുപോലെ നമ്മളെ ബ്രെഡ്ത്ത് എത്രയാ തന്നത്? 1 meter 50 centimeter. 1 meter 50 centimeter. Okay, then what is the perimeter of the tabletop? അപ്പൊ ടേബിൾ ടോപ്പിന്റെ പെരിമീറ്റർ ആണ് നമ്മളോട് ചോദിച്ചത്. സോ പെരിമീറ്റർ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു, നമ്മളിത് റെക്ടാങ്കിൾ ആണ്, കാരണം ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, അതുപോലെ ഒരു ടേബിൾ ആണ് അല്ലെ. അപ്പൊ റെക്ടാങ്കിൾ ആയതുകൊണ്ട് 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പൊ നമുക്കറിയാം ഇത് മീറ്ററും സെന്റിമീറ്ററും കൂടെ മിക്സ് ആക്കിയിട്ടാണല്ലേ തന്നെ. നമ്മൾ ഓൾറെഡി നമ്മളെ ക്ലാസ്സിൽ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു, നമ്മളെ യൂണിറ്റ്സ് എപ്പോഴും സെയിം ആയിരിക്കണം അല്ലെ. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ ഇതിനെ മീറ്ററിലോട്ടാക്കുക, അല്ലെങ്കിൽ ഇതിനെ സെന്റിമീറ്ററിലോട്ടാക്കുക. അപ്പൊ 2 meter 25 centimeter എന്ന് പറയുമ്പോൾ 2.25 മീറ്റർ അല്ലേ വരിക? യെസ്. ഇതുപോലെ 1 meter 50 centimeter എന്ന് പറയുമ്പോൾ 1.50 മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇതിനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 2 ഇൻറ്റു നമ്മളെ ലെങ്ത് ഇപ്പം 2.25 ആണ്, നമ്മളെ ബ്രെഡ്ത്ത് എന്താ? 1.50. അപ്പം 2 ഇൻറ്റു വാട്ട് ഈസ് 2.25 പ്ലസ് 1.50 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 5, 7, 3, 3.75 എന്ന് കിട്ടും. സോ 3.75. ഇനി 3.75 എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്താലല്ലേ നമുക്ക് പെരിമീറ്റർ കിട്ടുള്ളൂ. യെസ്, 3.75 ഇൻറ്റു 2. 5 2s are 10, 7 2s are 14. 14ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 15. 3 2s are 6, 6ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 7. ഇനി നമ്മളെ പോയിന്റ് ഇവിടെ ഉണ്ടാവും അല്ലേ? 7.50. ഇത് നമ്മൾ മീറ്ററിലാണ് ആക്കിയത്. സോ അവർ ആൻസർ മീറ്ററിലായിരിക്കും.
7.50 മീറ്റർ ആണ് ഈ ഒരു ടേബിൾ ടോപ്പിന്റെ പെരിമീറ്റർ. ഇനി നമ്മൾ ഇതിനെ മീറ്ററിലോട്ട് ആക്കിയപ്പോഴാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. ഇനി നമ്മൾ ഇതിനെ സെന്റിമീറ്ററിലോട്ടാണ് ആക്കുന്നതെങ്കിലോ എന്ത് വരും? 225 സെന്റിമീറ്റർ ആയിരിക്കും നമ്മളെ ലെങ്ത് അല്ലെ. ദെൻ 150 സെന്റിമീറ്റർ ആയിരിക്കും നമ്മളെ ബ്രെഡ്ത്ത്. കാരണം മീറ്റർ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെന്റിമീറ്റർ ആണ്. 200 സെന്റിമീറ്ററും 25 സെന്റിമീറ്ററും കൂടെ 225 സെന്റിമീറ്റർ. അതുപോലെ 100 സെന്റിമീറ്റർ എന്നാവും ഇത് 1 മീറ്റർ ഉള്ളത്. അപ്പൊ നമ്മൾക്ക് 150 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോ 2 into L plus B ചെയ്യുമ്പോൾ എന്ത് വരും? 2 into 225 plus 150. And 2 into what is 225 plus 150? 375. അപ്പൊ 2 into 375 ചെയ്താൽ മതി. What is 375 into 2? 375 into 2. 750. ഇത് നമ്മൾ സെന്റിമീറ്റർ ആണ്. അപ്പൊ സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ ആൻസർ സെയിം തന്നെയാണ്. നമ്മൾ മീറ്ററിലാക്കുമ്പോൾ അത് 7.50 മീറ്റർ ആവുന്നു. അത് സെന്റിമീറ്ററിലാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 750 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഓക്കെ, നമ്മുടെ ആൻസർ സെയിം ആണ്. നമ്മൾ മീറ്ററിൽ 7.50 മീറ്റർ, അതിനെ സെന്റിമീറ്ററിലാക്കുമ്പോൾ എന്ത് വരും? 750 സെന്റിമീറ്റർ ഇൻറ്റു 100 ചെയ്യുമ്പോൾ അത് സെന്റിമീറ്റർ ആവും അല്ലെ. അപ്പൊ 750 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്താലും നമ്മൾ ഈ ഒരു ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും നമ്മൾ എന്താ അവിടെ ചെയ്തത്? ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും ഒന്നെങ്കിൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പെരിമീറ്റർ കാണാം, അല്ലെങ്കിൽ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പെരിമീറ്റർ കാണാം. അപ്പം 7.50 മീറ്റർ എന്ന് പറഞ്ഞാല് 750 സെന്റിമീറ്റർ ആണ്. എങ്ങനെ നമ്മൾ ആൻസർ ചെയ്താലും നമ്മൾ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, then what's the next question? What is the length of the wooden strip required to frame a photograph of length and breadth 32 centimeter and 21 centimeter respectively? അപ്പൊ നമ്മളെ റെക്ടാംഗിൾ ആണ് തന്നത്. ലെങ്ത് 32 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 21 സെന്റിമീറ്റർ. ഇനി നമ്മളോട് പറഞ്ഞത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വുഡൻ സ്ട്രിപ്പ് റിക്വയർഡ് ടു ഫ്രെയിം എ ഫോട്ടോഗ്രാഫ്. അപ്പൊ ഇതാണ് നമ്മളെ ഫോട്ടോഗ്രാഫ്. ഇത് ഒരു വുഡൻ സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യണം. അപ്പൊ നമ്മൾ പെരിമീറ്റർ അല്ലേ കാണുക, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ബൗണ്ടറി അല്ലേ വേണ്ടിയത്. അപ്പൊ നമ്മൾ പെരിമീറ്റർ കാണുക. ബ്രെഡ്ത്തും ലെങ്ത്തും തന്നിട്ടുണ്ട്. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into L plus B. ദാറ്റ് ഈസ് 2 into 32 plus 21. രണ്ടും സെന്റിമീറ്ററിലാണ്. അപ്പൊ നമുക്ക് കൺവേർട്ട് ചെയ്യാനൊന്നുമില്ല. So 2 into 2 plus 1 3, 3 plus 2 5. അപ്പം എന്ത് കിട്ടി? 2 into 53. 53 into 2. 3 2s are 6, 5 2s are 10. So 106 centimeter. അപ്പൊ നമ്മളെ പെരിമീറ്റർ എന്താ? 106 സെന്റിമീറ്റർ. 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് 2 into 53 എന്ന് വരും. 2 into 53 എന്ന് പറയുമ്പോൾ 3 2s are 6, 2 5s are 10. 106 സെന്റിമീറ്റർ ആണ് നമ്മളെ പെരിമീറ്റർ. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വുഡൻ സ്ട്രിപ്പ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ വുഡൻ സ്ട്രിപ്പ് ഈസ് ഈക്വൽ ടു 106 സെന്റിമീറ്റർ. ഈ ഒരു ഫോട്ടോഗ്രാഫ് ഫ്രെയിം ചെയ്യാൻ നമുക്ക് വുഡൻ സ്ട്രിപ്പിന്റെ ലെങ്ത് എത്രയാ? 106 സെന്റിമീറ്റർ. Then what's the next question? A rectangular piece of land. ഒരു റെക്ടാങ്കുലർ പീസിലുള്ള ലാൻഡ് ഉണ്ട്. അതിന്റെ മെഷേഴ്സ് തന്നിട്ടുണ്ട്. 0.7 kilometer by 0.5 kilometer. Okay. Each side is to be fenced with 4 rows of wires. അപ്പൊ നമുക്ക് 4 rows of wires വെച്ചിട്ടാണ് ഇത് ഫെൻസ് ചെയ്യേണ്ടത്. ഓക്കെ, 4 rows ആണ്. 1 ആണെങ്കിൽ നമ്മൾ പെരിമീറ്റർ കാണാം, 4 rows ആണെങ്കിൽ പെരിമീറ്ററിനെ into 4 ചെയ്യണം അല്ലെ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വയർ നീഡഡ്? അപ്പൊ നമ്മളെ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്.
that is 2 into what is the length 0.7 plus what is breadth 0.5. അപ്പൊ 0.7ഉം 0.5ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1.2 മീറ്ററിന് വരും, സോറി 1.2 കിലോമീറ്ററിന് വരും അല്ലെ. അപ്പൊ 2 into 1.2 kilometer. Then what is 2 into 1.2? 1.2 into 2. 2 2s are 4, 1 2s are 2. അപ്പൊ 2.4 വരും. 2.4. 2.4 കിലോമീറ്റർ ആണ് നമ്മളെ പെരിമീറ്റർ. അപ്പൊ 2.4 കിലോമീറ്റർ ആണ് നമ്മളെ പെരിമീറ്റർ. സോ വാട്ട്സ് അവർ ക്വസ്റ്റ്യൻ? നമുക്ക് അതിനെ ഫെൻസ് ചെയ്യേണ്ടത് 4 rows വെച്ചിട്ടാണ് അല്ലെ. 4 rows of wires ആണ്. അപ്പൊ ലെങ്ത് ഓഫ് വയർ ഈസ് ഈക്വൽ ടു 2.4 into 4. 2.4നെ into 4 ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും? 2.4 into 4 ചെയ്യണം. 4 4s are 16, 2 4s are 8, 8ലോട്ട് 1 ആഡ് ചെയ്യുമ്പം 9. അപ്പം 9.6. അപ്പൊ 9.6 കിലോമീറ്റർ ആണ് എന്ത് നമ്മുടെ വയറിന്റെ ലെങ്ത്. ഓക്കെ, 4 rows ആണ്. അപ്പൊ നമ്മള് റെക്ടാങ്കുലർ പീസ് ഓഫ് ലാൻഡിന്റെ മെഷർ എത്രയാ? 0.7 കിലോമീറ്റർ ബൈ 0.5 കിലോമീറ്റർ ആണ്. അത് നമുക്ക് 4 rows ഓഫ് വയർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വയർ നീഡഡ്? അപ്പം നമുക്ക് എന്താണ് പെരിമീറ്റർ 2.4 കിലോമീറ്റർ എന്നാണ് കിട്ടിയത്. 2.4 ആണ് കിട്ടിയത്. സോ ലെങ്ത് ഓഫ് ദ വയർ എന്ത് വരും? 9.6 വരും. 9.6 ആണ് നമ്മളെ ആൻസർ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ പെരിമീറ്ററിനെ into 4 ചെയ്തു. കാരണം ഇവിടെ 4 rows ആണ്. 5 rows ആണെങ്കിൽ into 5 ചെയ്യാം. ഓക്കെ. Then what is the next question? Find the perimeter of each of the following shapes. ഓരോ ഷേപ്സ് തന്നിട്ടുണ്ട്, അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യും? എന്താ ഫസ്റ്റ് വൺ? എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3 centimeter, 4 centimeter, 5 centimeter. ഫസ്റ്റ് നമ്മളത് ഒരു ട്രയാങ്കിൾ ആണ് തന്നത്. അപ്പൊ 3 centimeter, 4 centimeter, 5 centimeter. അപ്പൊ അതിന്റെ പെരിമീറ്റർ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യാ? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ 3 into ലെങ്ത് ഓഫ് 1 സൈഡ് ചെയ്താൽ മതി അല്ലെ. ബട്ട് ഇവിടെ നമുക്ക് ഇതൊരു സ്കെയിലിംഗ് ട്രയാങ്കിൾ ആണ്, എല്ലാ സൈഡ്സും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. സോ വാട്ട് ഈസ് 3 plus 4 plus 5? 3 plus 9 which is equal to 12. അപ്പൊ 12 centimeter ആണ് നമ്മളെ പെരിമീറ്റർ. അപ്പൊ ആഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ 12 centimeter ആണ് പെരിമീറ്റർ. അപ്പം 3 plus 4 7. 7ലോട്ട് 5 ആഡ് ചെയ്യുമ്പോൾ 10 11 7ലോട്ട് 5 ആഡ് ചെയ്യുമ്പോൾ 8 9 10 11 12. Okay, then what about second one? An equilateral triangle of side 9 centimeter. നമ്മുടെ equilateral triangle ആണ് പറഞ്ഞത്. That means എല്ലാ സൈഡ്സും 9 ആയിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? 9 plus 9 plus 9. ബട്ട് നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നമ്മൾ 3 into ലെങ്ത് ഓഫ് 1 സൈഡ് ചെയ്യും. അപ്പൊ 3 into 9 which is equal to 27 centimeter അല്ലേ? which is equal to 27 centimeter. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നമുക്ക് 27 centimeter ആണ് കിട്ടിയത്. കാരണം ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സൈഡ് 9 centimeter തന്നിട്ടുണ്ട്. സോ 3 into 9 27 centimeter. Okay, then what is the third one? An isosceles triangle. Isosceles triangle എന്ന് പറഞ്ഞാല് 2 സൈഡ് ഈക്വൽ ആയിരിക്കും വിത്ത് ഈക്വൽ സൈഡ്സ്. 2 ഈക്വൽ സൈഡ് 8 ആണ്. അപ്പൊ 2 സൈഡ്സ് 8 ആണ് തന്നിട്ടുണ്ട്. ദെൻ തേർഡ് സൈഡ് 6 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യും? 8 plus 8 plus 6. 8 plus 8 16. 16 plus 6 എന്ത് വരും? 16 plus 6 22. 6ഉം 6ഉം ആഡ് ചെയ്യുമ്പം 12 കിട്ടും. ദെൻ 1 22 centimeter.
ഓക്കെ, അപ്പം നമ്മളെ ഇതാണ് ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഷേപ്സ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമുക്കൊരു സ്കെയിലിംഗ് ട്രയാങ്കിൾ ആണ് തന്നത്. സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ? സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സൈഡ്സ്, എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ സൈഡ്സും ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ സൈഡ്സും ആഡ് ചെയ്തു. 3 + 4 + 5 which is equal to 12 centimeter. Then what about second question? Second question തന്നത് equilateral triangle of side 9 centimeter ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സോ 3 into length of one side ചെയ്താൽ മതി. 3 into 9 which is equal to 27. Then what about third one? An isosceles triangle. Isosceles triangle എന്ന് പറഞ്ഞാല് എന്താ? 2 sides ആയിരിക്കും ഈക്വൽ. അപ്പൊ 2 sides ഈക്വൽ സൈഡ്സ് 8 ആണ് തന്നത്. അപ്പൊ 2 sides 8 ആണ്. Then what about the third side? Third side is 6 centimeter. So 8 plus 6 എന്ന് വരും. So our answer is 22 centimeter. Okay, 22 centimeter എന്ന് കിട്ടി. Then what is the next one? Find the perimeter of a triangle with the sides measuring 10, 14, 15. ഒന്നുമില്ല, നമുക്ക് എന്താണ്? ഇതൊരു സ്കെയിലിംഗ് ട്രയാങ്കിൾ ആണ്. അതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. 10 centimeter, 14 centimeter, 15 centimeter തന്നിട്ടുണ്ട്. ഇതിന്റെ എന്ത് ഫൈൻഡ് ചെയ്യണം? പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണം. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 10 + 14 + 15 which is equal to 24 + 15. എന്ത് വരും? What is 4 + 5? 9. 2 + 1 3. അപ്പൊ 39 centimeter ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് വേറെ രീതിയിലും ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 25 വരും. 25ലോട്ട് 14 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 39 centimeter. So perimeter of the triangle is equal to 39 centimeter. Okay. Then what is the next question? Find the perimeter of a regular hexagon. Regular hexagon എന്ന് പറഞ്ഞാല് 6 sides, എല്ലാ 6 sidesഉം ഈക്വൽ ആയിരിക്കും. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 side ആണ് അല്ലെ? 1 2 3 4 5 6 എല്ലാ സൈഡ്സും ഈക്വൽ ഉള്ളതിനെയാണ് നമ്മൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറയാം. ഓക്കെ, 6 സൈഡ്സും ഈക്വൽ ആണ്. അതിന്റെ ഈച്ച് സൈഡ് 8 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ സൈഡും 8 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമുക്കറിയാം പെരിമീറ്റർ ഓഫ് റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഹെക്സഗണിന് 6 സൈഡ് ആണ്. സോ 6 into ലെങ്ത് ഓഫ് 1 side. 6 into ലെങ്ത് ഓഫ് 1 side which is equal to 6 into length of one side എത്രയാണ് നമുക്ക് തന്നത്? 8 ആണല്ലേ തന്നത് length of one side. So 6 into 8 എന്ന് വരും. which is equal to 48 centimeter എന്ന് വരും അല്ലേ? 48 centimeter അല്ലേ വരിക? നമുക്കറിയാം 6 into 6 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ 8കളും ആഡ് ചെയ്യാം. അപ്പൊ 8 + 8 + 8 + 8 + 8 + 8 6 8കളും ആഡ് ചെയ്യാം. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 48 centimeter ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ 6 into ലെങ്ത് ഓഫ് 1 side എന്നാണ് വരിക. കാരണം ഇതെന്താണ്? ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് 6 into ലെങ്ത് ഓഫ് 1 side. ഒരു സൈഡ് 8 മീറ്റർ ആണ്. സോ 6 into 8 which is equal to 48 centimeter. Then what about next one? The perimeter of a regular pentagon is 100 centimeter. ഒരു പെന്റഗൺ ഉണ്ട്. പെന്റഗന്റെ പെരിമീറ്റർ ആണ് തന്നത് 100 centimeter. നമുക്കറിയാം പെന്റഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡാ? 5 sides ആണ് അല്ലെ? അപ്പൊ 5 sides ഉള്ള പെന്റഗന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 100 centimeter. 1 2 3 4 5. ഓക്കെ, ഇതാണ് നമ്മളെ പെന്റഗൺ. അപ്പൊ റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 sidesഉം ഈക്വൽ, ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന്റെ പെരിമീറ്റർ നമ്മൾ എന്താ ചെയ്യാ? 5 into ലെങ്ത് ഓഫ് 1 side. 5 into length of 1 side which is equal to നമുക്ക് പെരിമീറ്റർ ആണ് 100 തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്? ഓരോ സൈഡും ഫൈൻഡ് ചെയ്യാനാണ് അല്ലേ പറഞ്ഞത്? ഓരോ സൈഡും ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെരിമീറ്റർ ഡിവൈഡഡ് ബൈ എത്രയാ സൈഡ് റെഗുലർ പെന്റഗൺ? 5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സൈഡിന്റെ മെഷർമെന്റ് കിട്ടും.
അപ്പം പെരിമീറ്റർ എന്താ തന്നത് 100. 100 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ലെങ്ത് ഓഫ് വൺ സൈഡ്. നമുക്ക് ലെങ്ത് ഓഫ് വൺ സൈഡ് ആണ് അല്ലേ വേണ്ടത്. സോ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 5. എപ്പോഴും ലെങ്ത് ഓഫ് വൺ സൈഡ് കാണാൻ പെരിമീറ്ററിനെ അതിന്റെ നമ്മളെ ഷേപ്പ് നോക്കുക, ആ ഷേപ്പിന്റെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ പെരിമീറ്റർ നമുക്ക് 100 ആണ്, ഡിവൈഡഡ് ബൈ നമ്മളെ പെന്റഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡാ 5 സൈഡ് ആണ് അല്ലെ. സോ 100 ഡിവൈഡഡ് ബൈ 5. അപ്പം 100 ഡിവൈഡഡ് ബൈ 5, 2 5s are 10, 0 എന്ത് വരും 20. അപ്പം ഒരു സൈഡ് 20 ആണ്. 20 20 20 20 20. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 100 അല്ലേ കിട്ടുക. 20 പ്ലസ് 20 40, 40ലോട്ട് 20 ആഡ് ചെയ്യുമ്പോൾ 60, 60ലോട്ട് 20 ആഡ് ചെയ്യുമ്പോൾ 80, 80ലോട്ട് 20 ആഡ് ചെയ്യുമ്പോൾ 100. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ പെരിമീറ്റർ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു എന്താ 20 സെന്റിമീറ്റർ. അപ്പൊ എപ്പോഴും എക്സാമിനൊക്കെ ലെങ്ത് ഓഫ് വൺ സൈഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ പെരിമീറ്ററിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്മളെ ഷേപ്പ് നോക്കുക. പെന്റഗൺ ആണെങ്കിൽ 5 ഉണ്ട്, ഹെക്സഗൺ ആണെങ്കിൽ 6 ഉണ്ട്, ഒക്ടഗൺ ആണെങ്കിൽ 8 ഉണ്ട്. ഓക്കെ, അപ്പം ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. Then what's the next question? A piece of string is 30 centimeter long. നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട്. ഓക്കെ, ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 30 centimeter. What will be the length of each side if the string is used to form a square? അപ്പൊ ആ ഒരു 30 centimeter ഫുൾ ഉള്ളതാണ് തന്നത്. ഫുള്ള് 30 centimeter ആണ്, മീൻസ് അതിന്റെ പെരിമീറ്റർ 30 ആയിരിക്കില്ലേ? യെസ്. അപ്പം 30 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ട്രിങ് ആണ്. അതില് നമുക്ക് അതുകൊണ്ട് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കി. ഓക്കെ, ആ ഒരു 30 സെന്റിമീറ്റർ സ്ട്രിങ്ങിന്റെ കൊണ്ട് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓരോ സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും? ടോട്ടൽ ദാറ്റ് മീൻസ് പെരിമീറ്റർ ആണ് 30 സെന്റിമീറ്റർ. ആ ഒരു സ്ട്രിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പെരിമീറ്റർ ഡിവൈഡഡ് ബൈ എന്താ, നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് എത്ര സൈഡാ സ്ക്വയറിനുള്ളത്? 4 സൈഡ് അല്ലെ. അപ്പം പെരിമീറ്റർ ബൈ 4 ചെയ്താൽ മതി. 30 ഡിവൈഡഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് കിട്ടും അല്ലെ. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 4. 7 4s are 28, 2.05 4s are 20. So what's our answer? 7.5. So ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് എന്തായിരിക്കും? 7.5 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് 7.5, ഇത് 7.5, ഇവിടെയും 7.5, ഇവിടെയും 7.5. ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 സെന്റിമീറ്ററിന് കിട്ടും. ഓക്കെ, അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 7.5 സെന്റിമീറ്റർ. പെരിമീറ്റർ അല്ല, ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്. ഓക്കെ, അപ്പൊ ഇനി പെരിമീറ്റർ ആണ് നമുക്ക് ഇവിടെ തന്നത്. നമുക്ക് എങ്ങനെ മനസ്സിലായത്? ഇവിടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് തന്നത് 30 സെന്റിമീറ്ററിന്. ഓക്കെ, അപ്പൊ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മളെ പെരിമീറ്റർ ആയിരിക്കും. Then next question, an equilateral triangle. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 30 സെന്റിമീറ്ററിന്. അപ്പൊ നമ്മൾ ആ ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യണം. നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലെ. 3 സൈഡ്സ് ഈക്വൽ ഉണ്ടാകുമ്പോഴാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ആ ഒരു സ്ട്രിങ്ങിന്റെ 30 സെന്റിമീറ്റർ ആണ്, അതാണ് അതിന്റെ പെരിമീറ്റർ. ആ ഒരു സ്ട്രിങ് 30 സെന്റിമീറ്റർ ഉള്ള ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എത്ര സൈഡാ? 3 സൈഡ് ആണ് അല്ലെ. അപ്പൊ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 10 ആയിരിക്കും, ഇവിടെ 10 ആയിരിക്കും, ഇവിടെ 10 ആയിരിക്കും. അപ്പൊ ഒരു സൈഡ് എത്രയാ? 10 സെന്റിമീറ്റർ ആയിരിക്കും. Okay, then what about next one? A regular hexagon. Hexagon എന്ന് പറഞ്ഞാൽ 6 sides അല്ലേ. അപ്പൊ 6 sides ആവുമ്പം 1 2 3 4 5 6. അപ്പം 6 sides ആണ്. അപ്പൊ നമ്മൾ ആ ഒരു സ്ട്രിങ് കൊണ്ട് 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് കൊണ്ട് 6 sides ഉള്ള ഒരു ഷേപ്പ് ആണ് ഉണ്ടാക്കുന്നത്, ഹെക്സഗൺ. അപ്പൊ ഒരു സൈഡ് എത്രയായിരിക്കും? അപ്പൊ നമുക്കറിയാം പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും, കാരണം ഇത് ഹെക്സഗൺ ആണ്. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 6 which is equal to 5 centimeter അല്ലേ.
സോ 5 സെന്റിമീറ്റർ ആയിരിക്കും ഒരു സൈഡ്. അപ്പൊ 5 5 5 5 5 5 ടോട്ടൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 10 20 30 എന്ന് വരും. ഓക്കെ, അപ്പം നമ്മളോട് എപ്പോഴും എക്സാമിന് ലെങ്ത് പെരിമീറ്റർ തന്നിട്ട് നമ്മളോട് ഒരു സൈഡ് കാണാൻ പറഞ്ഞ പെരിമീറ്ററിനെ അതിന്റെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 30 സെന്റിമീറ്റർ ലോങ് ഉള്ള ഒരു സ്ട്രിങ് ആണ് തന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? സ്ക്വയറിന്റെ കാണാൻ 30 ഡിവൈഡഡ് ബൈ 4 ചെയ്തു, കാരണം സ്ക്വയറിന് 4 സൈഡ്സ് ആണ്. ദെൻ വാട്ട് അബൌട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? 30 ഡിവൈഡഡ് ബൈ 10 ചെയ്തു. ദെൻ വാട്ട് അബൌട്ട് റെഗുലർ ഹെക്സഗൺ? 30 ഡിവൈഡഡ് ബൈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 അല്ല, അപ്പൊ 30 ഡിവൈഡഡ് ബൈ 3 ചെയ്തു. റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 6 ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യരുത്, ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക. അപ്പൊ പെരിമീറ്റർ തന്നിട്ട് സൈഡ് കാണാനാണെങ്കിൽ ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യുക. Then what is the next question? Two sides of a triangle are 12 centimeter and 14 centimeter. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ 2 sides 12 സെന്റിമീറ്ററും 14 സെന്റിമീറ്ററും ആണ് തന്നത്. ഓക്കെ, then the perimeter of the triangle is 36 centimeter. എന്നിട്ട് നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട് 36 സെന്റിമീറ്റർ. Then what is the question? What is its third side? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു തേർഡ് സൈഡ് അറിയില്ല, അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ പെരിമീറ്റർ തന്നിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മളെ തേർഡ് സൈഡ് നമുക്ക് ഫൈൻഡ് ചെയ്തൂടെ? നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമ്മള് തേർഡ് സൈഡ് ഫൈൻഡ് ചെയ്യാന് നമ്മള് ഇതിനെ എക്സ് ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, തേർഡ് സൈഡിനെ നമ്മൾ എന്താക്കിയിട്ട് എടുത്തു? എക്സ് ആക്കിയിട്ട് എടുത്തു. സോ 12 പ്ലസ് നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. എല്ലാ സൈഡ്സും ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പെരിമീറ്റർ കിട്ടുക. യെസ്, അപ്പൊ നമ്മൾ എല്ലാ സൈഡ്സും നമ്മൾ ആഡ് ചെയ്യാം. സോ 12 പ്ലസ് 14 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു നമ്മളെ പെരിമീറ്റർ 36 സെന്റിമീറ്റർ. പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? എല്ലാ സൈഡ്സും ആഡ് ചെയ്യാം. അപ്പൊ എല്ലാ സൈഡ്സും നമ്മൾ ആഡ് ചെയ്തു, നമുക്ക് പെരിമീറ്റർ എന്ത് കിട്ടി? 36 സെന്റിമീറ്റർ ആണ് ഓൾറെഡി ഗിവൺ ആണ് അല്ലെ. 36 സെന്റിമീറ്റർ ഓൾറെഡി ഗിവൺ ആയതുകൊണ്ട് നമുക്കറിയാം പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ എല്ലാ സൈഡ്സും ആഡ് ചെയ്യലാണ്. സോ 12 പ്ലസ് 14 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 36 സെന്റിമീറ്റർ. ഇത് നമുക്ക് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്തൂടെ? എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ തേർഡ് സൈഡ് കിട്ടില്ലേ? യെസ്, അപ്പൊ നമ്മള് 12 പ്ലസ് 14 എന്ത് വരും? 12 പ്ലസ് 14 2 പ്ലസ് 4 6 1 പ്ലസ് 1 2 26 എന്ന് വരും. സോ 26 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 36 സെന്റിമീറ്റർ. സോ എക്സ് ഈസ് ഈക്വൽ ടു 36 മൈനസ് 26 വിച്ച് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ തേർഡ് സൈഡ് നമുക്ക് 10 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. ഇനി നമ്മളെ ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 12 പ്ലസ് 14 പ്ലസ് 10 ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ 4 പ്ലസ് 2 6 1 പ്ലസ് 1 പ്ലസ് 1 36. അപ്പൊ പെരിമീറ്റർ എന്താ? 36 സെന്റിമീറ്റർ അല്ലേ? പെരിമീറ്റർ 36 ആണ്, കറക്റ്റ് ആണ്. അപ്പൊ നമ്മളെ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ നമ്മളെ തേർഡ് സൈഡ് എത്രയാ? 10 സെന്റിമീറ്റർ. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക, സിമ്പിൾ ആണ്. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ തേർഡ് സൈഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്തു? ആ തേർഡ് സൈഡിനെ എക്സ് ആക്കിയിട്ട് എടുത്തു. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പെരിമീറ്റർ ഓൾറെഡി തരും. ഇനി നമ്മളോട് തേർഡ് സൈഡ് ഫൈൻഡ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാത്തിന്റെ ഇക്വേഷൻ ഫോർമുല വെച്ചിട്ട് നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. Then what is the next question? Find the cost of fencing a square park. ഒരു സ്ക്വയർ പാർക്ക് ഉണ്ട്, ഇതാണ് നമ്മളെ സ്ക്വയർ പാർക്ക്. സ്ക്വയർ പാർക്കിന്റെ സൈഡ് തന്നിട്ടുണ്ട് 250 മീറ്റർ. ഓക്കെ, then at the rate of rupees 20 per meter. അപ്പൊ 1 മീറ്ററിന് rupees 20 ആണ്. പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. 1 മീറ്ററിന് rupees 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് പെരിമീറ്ററിന് ഇൻറ്റു 20 ചെയ്താൽ നമ്മളെ കോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പം പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, ഇത് ഒരു സ്ക്വയർ പാർക്ക് ആണ്. സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ളത് എന്താ? 4 into length of one side, which is equal to 4 into 250. അപ്പൊ 4 into 250 നമ്മൾ ചെയ്യണം. ഓക്കെ, 4 into 250. 5 4s are 20, 2 4s are 8, 8ലോട്ട് 2 ആഡ് ചെയ്യുമ്പം 10. അപ്പൊ എന്ത് കിട്ടി?
1000 എന്ന് കിട്ടി. 1000 മീറ്റർ. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ നമുക്ക് 1000 ആണ് കിട്ടിയത്. ഓക്കെ, ദെൻ ഇതിന്റെ കോസ്റ്റ് എന്ത് വരും? സോ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്ററിന് ₹20 അല്ലേ? അപ്പൊ നമ്മളെ 1000 മീറ്ററിന് എന്തായിരിക്കും നമ്മുടെ ആൻസർ? 1000 മീറ്ററിന് അപ്പം 1 മീറ്ററിന് ₹20 ആണെങ്കിൽ 1000 മീറ്ററിന് 1000 × 20 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 20 × 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 × 20. 0 0 0 0 0 0 0 1 2s are 2. So 0 0 0 0 2. അപ്പൊ എന്ത് വരും? 20,000 എന്ന് വരും. ഓക്കെ, അപ്പൊ 1000 × 20 എന്ന് പറയുമ്പോൾ 20,000 എന്ന് വരും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോസ്റ്റ് ഒക്കെ കാണാൻ പറയുമ്പോൾ 1 മീറ്ററിൻ്റെതാണ് ₹20. അപ്പൊ നമ്മൾ പെരിമീറ്റർ കാണുക. പെരിമീറ്റർ നമുക്കിപ്പോ 1000 മീറ്റർ ആണ് കിട്ടിയതെങ്കിൽ 1000 × 20 ഫൈൻഡ് ചെയ്യാം. ഓക്കെ, then what is the next question? നെക്സ്റ്റ് നമുക്ക് തന്നത് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഫെൻസിങ് എ റെക്ടാങ്കുലർ പാർക്ക്. ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പാർക്ക് ഉണ്ട്, നമുക്ക് അതിന്റെ കോസ്റ്റ് കാണാനാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മളെ റെക്ടാങ്കുലർ പാർക്ക്. റെക്ടാങ്കുലർ പാർക്കിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 175 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 125 മീറ്റർ. ദെൻ അറ്റ് ദ റേറ്റ് ഓഫ് ₹12 per meter. ഇവിടെയും 1 മീറ്ററിന് എന്താണ്? ഇവിടെ 1 മീറ്ററിന് 12 ആണ് ₹. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ കോസ്റ്റ് കാണാനാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. അവിടെ നമ്മൾ സ്ക്വയർ ആയിരുന്നു, ഇവിടെ നമുക്ക് റെക്ടാങ്കിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ പെരിമീറ്റർ കാണുന്നു. അപ്പൊ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 2 × 175 പ്ലസ് 125 അല്ലേ? അപ്പൊ 175 പ്ലസ് 125 ചെയ്യണ്ടേ? 175 പ്ലസ് 125, 5ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. ദെൻ 7ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 9, 9ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 10, അപ്പൊ 300 എന്ന് കിട്ടി. ഓക്കെ, അപ്പം 2 × 300 വിച്ച് ഈസ് ഈക്വൽ ടു 600 മീറ്റർ. അപ്പൊ പെരിമീറ്റർ എന്ത് കിട്ടി? 600 മീറ്റർ കിട്ടി. ബട്ട് നമുക്ക് പെരിമീറ്റർ ആണോ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേ? അല്ല, കോസ്റ്റ് ആണ് ചോദിച്ചത്. സോ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്മളെ പെരിമീറ്റർ ഇൻറ്റു 1 മീറ്ററിന് ₹12 ആണ്. അപ്പൊ 600 മീറ്ററിന് എന്തായിരിക്കും? 600 × 12 ആയിരിക്കും. ഓക്കെ, അപ്പൊ 600 × 12 ചെയ്യാം. അപ്പൊ 600 × 12, 0 0 6 2s are 12, 0 0 1 × 6 6 0 0 2 7, 7,200 rupees ആണ് നമ്മളെ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള പാർക്ക് ഫെൻസ് ചെയ്യാനുള്ള കോസ്റ്റ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഫെൻസിങ് എ റെക്ടാങ്കുലർ പാർക്കാണ് ചോദിച്ചത്. അത് ലെങ്ത് 175 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് 125 മീറ്റർ ആണ് ആൻഡ് അറ്റ് ദ റേറ്റ് ഓഫ് ₹12 per meter ആണ്. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാല് 2 × L+B. അപ്പൊ 2 × L+B ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 600 മീറ്ററിന് കിട്ടി. അപ്പൊ 600 മീറ്ററിൽ കോസ്റ്റ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ 1 മീറ്ററിന് ₹12 ആണ്. അപ്പൊ 600 × 12 ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 7,200 എന്ന് കിട്ടി. അപ്പൊ ₹7,200 ആണ് നമുക്ക് ഈ ഒരു റെക്ടാങ്കുലർ പാർക്ക് ഫെൻസ് ചെയ്യാനുള്ള കോസ്റ്റ്. Then what's the next question? Sweetie runs around a square park of say 75 meter. അപ്പൊ ഒരു സ്ക്വയർ പാർക്ക് ഉണ്ട്, സ്വീറ്റി ആണ് റൺ ചെയ്യുന്നത്. ഇതിന്റെ സൈഡ് 75 മീറ്റർ ആണ്. Then ബുൾബുൾ റൺസ് അറൌണ്ട് എ റെക്ടാങ്കുലർ പാർക്ക്. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. അപ്പൊ റെക്ടാങ്കുലർ പാർക്ക് ഇത് സ്വീറ്റിൻ്റെതാണ്, ഇത് ബുൾബുള് റൺ ചെയ്യുന്നത് റെക്ടാങ്കുലർ പാർക്കിലാണ്. റെക്ടാങ്കുലർ പാർക്കിൽ സൈഡ് ലെങ്ത് തന്നത് 60 മീറ്റർ ആണ്, ബ്രെഡ്ത്ത് തന്നത് 45 മീറ്റർ ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഹൂ കവേഴ്സ് ലെസ് ഡിസ്റ്റൻസ്, ആരാണ് കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്തത്. അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്തത് ആരാന്ന് അറിയാൻ രണ്ടാളുടെയും എന്ത് കാണണം? പെരിമീറ്റർ കാണണം. ആദ്യം നമുക്ക് സ്വീറ്റിന്റെ കാണാം.
സ്വീറ്റിൻ്റെത് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ നമ്മൾ എന്താ ചെയ്യാ? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 into ലെങ്ത് ഓഫ് വൺ സൈഡ്. ലെങ്ത് ഓഫ് വൺ സൈഡ് 75 ആണ്. സോ 75 into 4 300. അപ്പൊ 300 മീറ്റർ ആണ് സ്വീറ്റിന്റെ ഡിസ്റ്റൻസ്. സ്വീറ്റിന്റെ ഡിസ്റ്റൻസ് എത്രയാ? 300 മീറ്റർ. ദെൻ വാട്ട് അബൌട്ട് ബുൾബുൾ? ബുൾബുളിൻ്റെത് ബുൾബുളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 2 into 60 plus 45. 2 into 60 plus 45 എന്ന് വരും. സോ 60 plus 45 105. അപ്പം 2 into 105 ചെയ്താൽ നമുക്ക് ബുൾബുളിന്റെ പെരിമീറ്ററും കിട്ടും. ഓക്കെ, അപ്പൊ 2 into 105 ചെയ്യാം. 105 into 2. 5 2s are 10. 1 2s are 2. 210 എന്ന് വരും. സോ 210 മീറ്റർ. അപ്പൊ സ്വീറ്റിൻ്റെത് എത്രയാ? 300 മീറ്റർ ആണ് പെരിമീറ്റർ കിട്ടിയത്. ബുൾബുളിൻ്റെത് എത്രയാ? 210 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ആരാണ് കുറച്ച് ഡിസ്റ്റൻസ്? ഹൂ കവേഴ്സ് ലെസ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ മോർ ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സ്വീറ്റി ആണ്. ബട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ ലെസ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. സോ ഹൂ? ബുൾബുൾ. അപ്പൊ ബുൾബുൾ കവർ ലെസ് ഡിസ്റ്റൻസ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമുക്ക് മോർ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ലെസ് ആയിരിക്കും ചോദിക്കുക. ബൈ ഹൗ മച്ച് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 300 minus 210 മീറ്റർ എന്നും എഴുതും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ജസ്റ്റ് പ്രോബ്ലംസ് ആണ് അല്ലേ ചെയ്തത്. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ കാണാന്, സ്ക്വയറിന്റെ പെരിമീറ്റർ, പെന്റഗൺ, ഹെക്സഗൺ, ദെൻ പെരിമീറ്റർ എന്നാൽ ലെങ്ത് ഓഫ് വൺ സൈഡ് കാണാനുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിലുള്ളത്. അപ്പൊ പെരിമീറ്റർ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി നമുക്ക് ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പെരിമീറ്ററും ഏരിയയും ആണ് പഠിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഏരിയ എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.